ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറഞ്ഞത് ഇതാണ്. അനിയന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചേട്ടച്ചാർ ഓർഡർ ചെയ്ത് കേക്ക് വരുത്തി പാതിരാത്രി 12:30 എന്നെ വിളിച്ച് വരുത്തിയേക്കണേ. 1 മണിയായല്ലേ മുറിച്ചോടാ? എത്ര മണി? 12 മണി. കറക്റ്റ് 12 മണി. അയ്യോ മുറിച്ചു ഒന്നും നോക്കാനല്ല. എന്നാലും അനിയന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ എന്താണ് അവനെ ഉദ്ദേശിക്കണത് പറ്റിക്കാൻ വേണ്ടി? പറ സത്യം. അത് മറന്ന്. പക്ഷെ ചേട്ടൻ നിന്റെ കാര്യം ഓർത്തല്ല. മുറിക്ക് അണ്ട അവന്റെ അണ്ണാക്കിലേക്ക് തിരികെ വെച്ചു കൊടുക്കണ ബർത്ത്ഡേ ആയിട്ട്. മുറിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു കുട്ടാപ്പി. ഹാപ്പി ബർത്ത്ഡേ ടു യു ഫെരിച്ചോട്ടെ. ഹാപ്പി ബർത്ത്ഡേ. എടാ പാട. എന്താണിത്? ഇത് 4 പേരെ കൊണ്ട് വിളിച്ച് ആഘോഷിക്കണ്ടല്ലോ. നീ എന്ത് പരിപാടി കാണിച്ച്? ഇങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കണം. എന്നാലും അവന്റെ അണ്ണാക്കിലേക്ക് വെച്ച് കൊടുക്കാം. അവനല്ലേ മേടിച്ചെന്നത്. ഞാൻ കൊടുക്ക്. ഇതാണ് ബർത്ത്ഡേ ആഘോഷം. കണ്ട ചേട്ടൻ അനിയനും കൂടി അടിപൊളി പൊളിച്ച് ഇങ്ങനെ തരുതേ. കേക്ക് കഴിക്കാറില്ല. കൊടുക്ക്. അവനും വെച്ച് കൊടുക്കും. നിനക്ക് എന്തോ പണി വരാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവൻ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട്. എന്തായാലും വ്യത്യസ്തമായ ഒരു ബർത്ത്ഡേ ആഘോഷമായി പോയി. കുട്ടപ്പി എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ചേട്ടനെതിരെ എന്താണ് പറയാനുള്ളത്? ചേട്ടൻ കേക്കൊക്കെ മേടിച്ച് ഇങ്ങനെ നല്ല ബർത്ത്ഡേ പിന്നെ ഒരു ദോശ പോലും നമുക്ക് മേടിച്ചു തരാത്ത വ്യക്തിയാണ് ഒരു കേക്ക് മേടിച്ചു തന്നേക്കണം 1/2 കിലോന്റെ. അപ്പൊ നിനക്ക് എന്താണ് ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. ഈ ഒരു അവസരത്തിൽ നിന്റെ ബർത്ത്ഡേ ദിവസമായിട്ട് നീ എന്താ പറയാനുള്ളത് ചേട്ടനെ കുറിച്ച്? പറയടാ. അടിച്ചൊതുക്കണവനാ. അല്ല മുഴുവൻ പറയണ്ട. ഇന്ന് കേക്ക് മേടിച്ച കാര്യം മാത്രമോട് ഞാൻ ചോദിച്ചാ. പറ. അടിപൊളി. അവനൊരു ചെറ്റാണെങ്കിലും ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതല്ല നീ ഉദ്ദേശിച്ചത്? യെസ്, അവനത് ഉദ്ദേശിച്ചത്. അതൊക്കെ ഓക്കെ. എന്റെ ബർത്ത്ഡേ കഴിക്കും. അടുത്ത പ്രാവശ്യം പിടിക്കാം. പറ. കേക്ക് മേടിക്കുമെന്ന് ചോദിച്ചില്ല. ഞാൻ ബർത്ത്ഡേയുടെ കാര്യം ആലോചിച്ചില്ല. നാളെ ബർത്ത്ഡേ എനിക്ക് ചിന്തിക്കാറുള്ളതുകൊണ്ട് ചിന്തിച്ചില്ല. അതൊരു പണി ചെയ്താലോ? ഒരു ചെറിയ പീസായിട്ട് അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോയില്ല? എന്റെ അമ്മക്ക്. ഒരു ചെറിയ പീസ് എടുത്ത്. അമ്മ കഴിക്കൂല. ഇത്തിരി എടുത്തോ? ഇല്ല. എന്തായാലും വ്യത്യസ്ത ഒരു നിങ്ങളൊന്ന് 2 പേരും വന്നേ. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് ഇവന്മാര് ഇങ്ങനെ കേക്കൊക്കെ മേടിച്ചിട്ട് ഈ പാതിരാത്രി ഞാൻ എന്താണെന്ന് വെച്ചിട്ട് പറയണില്ല. അപ്പോഴാണ് അനിയന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചേട്ടച്ചാര് കേക്കൊക്കെ മേടിച്ച് ഇവിടെ വിളിച്ച് ഞങ്ങൾ 3 പേരും ഉള്ളു. രസം. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മ ഇവർക്ക് മുട്ടമണി കൊടുക്കൂലടാ. നീ എന്ത് മനുഷ്യനാടാ. എന്നാലും അടിപൊളി. ഇതൊക്കെയാണ് ഒരു ചേഞ്ച് വേണ്ടേ? വ്യത്യസ്തമായിട്ടിരിക്കണം. വ്യത്യസ്തമാണ്. അപ്പൊ കുട്ടാപ്പി ഒന്നിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ബ്രോ. വേറൊന്നും പറയാനില്ല. 40 വയസ്സല്ലേ? എന്തെങ്കിലും വേട്ടെ. നീ ഹാപ്പി ആണോ? അത് മതി. ഹാപ്പിയുടെ ബർത്ത്ഡേ ആണ്. അമ്മക്ക് കേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൊടുക്കണ. അമ്മ കഴിക്കൂല. ഇത് അമ്മേ ആരാ മേടിച്ചെന്ന് നോക്കി കേക്ക്. അല്ല അവൻ കഴിച്ച്. അമ്മ ഒരു പീസ് ഇവന് കൊടുക്ക്. അല്ല ബർത്ത്ഡേ ബോയ്ക്ക് കൊടുക്ക്. അത് തന്നെ കഴിക്കടാ. അതാണ്. അവനും കൊടുത്തോ? ഇനി അവന് ഇനി കഴിച്ചിട്ട് അല്ലേ മേടിച്ചിട്ട് ഇനി ഒന്നും കിട്ടിയിരുന്നല്ല. എനിക്ക് വേണ്ടമ്മേ. ഇത്തിരിയാ നിന്റെ ആയതുകൊണ്ട് മാത്രം.